മാച്ചു കൂട്ടുന്നവരാണ് ചിത്രശലഭങ്ങൾ. അവയുടെ ജീവിതചക്രം അതിശയിപ്പിക്കുന്നതാണ്. മുട്ട, ലാർവ, പ്യൂപ്പ, ചിത്രശലഭം ഇങ്ങനെ 4 ഘട്ടങ്ങളിലൂടെയാണ് അവ പൂർണ്ണ വളർച്ചയെത്തുന്നത്. അവയുടെ വർണ്ണാഭമായ സാന്നിധ്യം പ്രകൃതിയെ മനോഹരിയാക്കുന്നു. ലോകമെമ്പാടും നിരവധി ചിത്രശലഭങ്ങളുണ്ട്. അവയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ചിത്രശലഭങ്ങളിൽ ഒന്നായ നീലമോർഫോകളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? പേരുപോലെ തന്നെ നീലമോർഫോ ചിത്രശലഭത്തിന്റെ ചിറകുകൾ കടും നീലയാണ്. അരികുകൾ കറുപ്പ് നിറത്തിലാണ്. ചിറകുകൾ 5 മുതൽ 8 ഇഞ്ച് വരെ നീളുന്നു. ചിറകുകളുടെ പിൻഭാഗത്തുള്ള സൂക്ഷ്മ ശൽക്കങ്ങൾ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് അവയുടെ തിളക്കമുള്ളതും വർണ്ണാഭമായതുമായ ഈ നീലനിറം നൽകുന്നത്. അതേസമയം മറുവശത്ത് മോർഫോയുടെ ചിറകുകളുടെ അടിവശം മങ്ങിയ തവിട്ടു നിറമാണ്. നീലമോർഫോ പറക്കുമ്പോൾ തിളക്കമുള്ള നീലയും മങ്ങിയ തവിട്ടു നിറങ്ങളും മിന്നിമറയുന്നു. പെൺപക്ഷിയുടെ ചിറകുകളേക്കാൾ ആൺപക്ഷികളുടെ ചിറകുകൾ വീതിയുള്ളതും തിളക്കമുള്ളതായും കാണപ്പെടുന്നു. മോർഫോകൾ പകൽ സമയങ്ങളിൽ സജീവമായി സഞ്ചരിക്കുന്നവയാണ്. എന്നാൽ ഇണചേരൽ കാലം ഒഴികെ മോർഫോകൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. മോർഫോകൾ അതിൻ്റെ ഓരോ ജീവിതചക്രത്തിലൂടെയും കടന്നു പോകുമ്പോൾ അതിൻ്റെ ഭക്ഷണത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. കാറ്റർപില്ലർ ആയിരിക്കുമ്പോൾ ഇവ ഇലകൾ ഭക്ഷിക്കുന്നു. എന്നാൽ ഇവ ഒരു ചിത്രശലഭമായി മാറുമ്പോൾ അവയ്ക്ക് ചവയ്ക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും പകരം ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം കുടിക്കുകയും ചെയ്യുന്നു. ഫംഗസ്, ചീഞ്ഞ പഴച്ചാറുകൾ, അഴുകുന്ന മൃഗദ്രാവകങ്ങൾ, മരങ്ങളുടെ സ്രവം, നനഞ്ഞ ചെളി എന്നിവയാണ് പ്രധാന ഭക്ഷണം. നീലമോർഫോകൾ താമസിക്കുന്നത് മെക്സിക്കോ മുതൽ കൊളംബിയ വരെയുള്ള ലാറ്റിൻ അമേരിക്കയിലെ ഉഷ്ണമേഖലാ വനങ്ങളിലാണ്. ഇവയുടെ മുഴുവൻ ആയുസ്സും 115 ദിവസം മാത്രമേ ഉള്ളൂ. അവയുടെ ഭൂരിഭാഗം സമയം പുനരുൽപ്പാദിപ്പിക്കുന്നതിനും ആഹാരം കഴിക്കുന്നതിനുമായി ചിലവഴിക്കുന്നു. എന്നാൽ ഉഷ്ണമേഖലാ വനമേഖലകളുടെ നശീകരണം ബ്ലൂ മോർഫോസുകളുടെ വംശത്തിന് തന്നെ ഭീഷണി ഉയർത്തുന്നു.